നമുക്ക് ഈ പറഞ്ഞതുപോലെ അതൊരു സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടുത്തെ എല്ലാ പ്രക്രിയകളും ചെയ്യുന്നു എന്നുള്ളതിലുപരിയായിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഇവിടെയുള്ള നമ്മുടെ ജീവനക്കാർ ഓരോരുത്തരെയും നിങ്ങൾ കാണുമ്പോഴും മനസ്സിലാകും. നമ്മൾ നിലവിൽ ഉള്ള 755ഓളം ജീവനക്കാർ ഇപ്പോൾ നമുക്ക് പോർട്ടലുണ്ട്. അപ്പോൾ അതിൽ 550ഓളം ആളുകൾ മലയാളികളാണ്. അതിലും 400 പേർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ളവരാണ്. അപ്പോൾ അതായത് ഏകദേശം നമുക്ക് ഒരു 40% വ്യക്തികൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തികളാണ് നമുക്കിവിടെ ഇപ്പോൾ ജീവനക്കാരായി ഉള്ളതും. അതിനോടൊപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ തുറമുഖം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിഴിഞ്ഞം പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ നഷ്ടപരിഹാരവും ജീവനോപാധി നഷ്ടപരിഹാരവും എല്ലാം സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ 115 കോടി രൂപയോളം നമ്മളിപ്പോൾ നഷ്ടപരിഹാരമായിട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലും ഉപരിയായിട്ട് നമുക്കിങ്ങനെ ഒരു തുറമുഖം ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് കാരണം ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്നുള്ളത്. അപ്പോൾ ആ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് വളരെ പ്രത്യക്ഷമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, തൊഴിലവസരങ്ങൾ ഉണ്ടാകും, നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ സാമൂഹികമായിട്ടുള്ള വളർച്ചയ്ക്കും ഒപ്പം വാണിജ്യ അടിസ്ഥാനത്തിലും വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെയുള്ള വളർച്ചയ്ക്കുള്ള ഒരു വലിയൊരു തറക്കല്ലാണ് ശരിക്കും ഇത്. കാരണം ഇതിന് ശേഷം ഇനി ഇതിനെ ചുറ്റിപ്പറ്റി നമുക്ക് ചരിത്രത്തിൽ എവിടെ എടുത്തു നോക്കിയാലും നമുക്കറിയാം, ഒരു തുറമുഖത്തിനെ അല്ലെങ്കിൽ ഒരു പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പല വലിയ നഗരങ്ങളും ശരിക്കും ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ സിംഗപ്പൂർ മുതൽ ഹോങ്കോങ് മുതൽ അങ്ങനെ ദുബായ് മുതൽ അങ്ങനെ ഒരുപാട് നഗരങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും അതിനുള്ള ഒരു വലിയൊരു പ്രതീക്ഷയ്ക്കുള്ള ആദ്യ ചുവടാണ് തുറമുഖം എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരോക്ഷമായിട്ടുള്ള നമ്മുടെ സാമൂഹിക ജനജീവിതത്തിൻ്റെ ഒരു സാമൂഹിക നിലവാരം തീർച്ചയായിട്ടും ഉയരും എന്നുള്ളതും, ഒപ്പം നമ്മളിവിടെ ഒരു സ്കില്ലിംഗ് പാർക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, കമ്മ്യൂണിറ്റി സ്കില്ലിംഗ് പാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് അവിടുത്തെ പാസ്സായി പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ സ്കില്ലിംഗ് പാർക്കിലൂടെ പോയിട്ട് വരുന്ന വ്യക്തികൾ വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് മാത്രമല്ല, ലോകത്തെ ഏത് തുറമുഖത്ത് വേണമെങ്കിലും ജോലി ചെയ്യാനായിട്ട് അത്രയധികം പ്രാഗൽഭ്യമുള്ള വ്യക്തികളെയാണ് നമ്മളിപ്പോൾ സ്കില്ലിംഗ് പാർക്കിലൂടെ കടത്തി വിടുന്നത്. അപ്പോൾ അതിലും തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള ജനതയ്ക്ക് നമ്മളൊരു കൂടുതൽ മുൻഗണന നൽകുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ശരിക്കും മുഖഛായ മാറ്റുവാൻ നമ്മൾ തയ്യാറാണ് ഇപ്പോൾ എന്ന് സസന്തോഷം അറിയിക്കുന്നു.